ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് ഞാൻ രണ്ട് രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം ഇത് കടലയാണ് കേട്ടോ. ഇത് ഞാൻ കുരിപ്പിച്ചെടുത്ത കടലയാണ്, കുരിപ്പിച്ച് വേവിച്ചെടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ ഇതിനകത്ത് പകുതി ഇട്ടു, ഇതിലും ഞാൻ പകുതി ഇടുന്നുണ്ട്. ഇനി ഇത് പൈനാപ്പിളാണ് കേട്ടോ. ഇത് ഞാൻ പകുതി ഇട്ടു, ഇത് ഇട്ടു, എല്ലാം ഞാൻ ഹാഫ് ഇതാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡേറ്റ്സ് ആണ് കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഡേറ്റ്സ് ഇട്ടു. ഇനി ഞാൻ ഒരു സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതേപോലെ തന്നെ തേങ്ങയാണ് കേട്ടോ. തേങ്ങയുടെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതും കൂടെ ഞാൻ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടത്. ഇത് പയറാണ് കേട്ടോ. ചെറുതായിട്ടൊന്ന് കുരുത്ത് വരുന്നേ ഉള്ളൂ. ഞാനിത് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കിത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കാഷ്യൂ നട്ടാണ് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പകുതി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന തൈരാണ് കേട്ടോ. ഇതിനകത്ത് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം വിട്ടുപോയി, കുറച്ച് കറുത്തെള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ മയണൈസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തിയായ രണ്ട് രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. അപ്പം വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.